നരകത്തെ മഹ്ശറിൽ കൊണ്ടുവരണം എന്ന് ജിബ്രീലിനോടായി റബ്ബ് പറയും അന്ന്. ജിബ്രീല് വിവരം മാലിക്കെന്ന മലക്കിനെ ധരിപ്പിക്കും. അപ്പോൾ മാലിക്കും നരകത്തിനെ വിളിക്കുന്നതായി, നരകമേ നീ ഇന്ന് ഉടൻ തന്നെ മഹ്ശറിലേക്ക് പോകണമെന്ന്. അപ്പോൾ മദച്ച് പതച്ചതും അലറുന്നതാ, അതു കേട്ട് കൽബുകൾ സോദരാ വിറക്കുന്നതാ. ഗർഭിണികൾ അന്നുണ്ടെങ്കിൽ അവരറിയാതെ പ്രസവിച്ചു പോകും മാസവും തികയാതെ. ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ. ഹജ്ജിന്റെ ആദ്യം തന്നെ റബ്ബുണർത്തുന്നതാ. അവരാദ്യം അട്ടഹാസം ഇട്ടതായി കരയുന്നതാ, പിന്നീട് കൂറ്റുമടച്ചതായി. ഇത് കഴുത കരയും പോലെയാണെന്നാണ് നബി വചനമിൽ നീ നോക്ക് വ്യക്തവുമാണ്. കൂടാതെ ഹൂദില് നോക്ക് സൂചനയുള്ളതാ. തഫ്സീർ സ്വാമിയിൽ വിശദമായി പറയുന്നതാ. സംസാരിക്കാതെ കിടക്കുവിൻ മിണ്ടാതെ എന്നുള്ളൊരാജ്ഞ ശ്രവിച്ചിടും വല്ലാതെ. പിന്നീട് പട്ടികൾ പോലവർ കുരക്കുന്നതാ, സംസാരമേ ഇല്ലാതെ നരകമിൽ കഴിയുന്നതാ. ഇത് സ്വാമിയിൽ നീ നോക്കിയാൽ കാണുന്നതാ. 96-ാം പേജ് 3-ൽ വന്നതാ. കൂടാതെ കണ്ണിന് കാഴ്ചയും അവർക്കില്ല, അതുപോലെ കേൾവിയും സോദരാ ചെവിക്കില്ല. ദഖായിഖുൽ നോക്കതിലുണ്ടത് 34-ാം പേജിലാ പറയുന്നത്. വിശ്വാസമില്ലാതായി ഭവിച്ചാൽ മരണവും, നഊദു ബില്ലാഹ് നരകമായി സ്ഥിരഭവനവും. ഈ ലോകത്തുള്ള ഹസാത്ത് കല്ലിൻ്റെ എണ്ണമിൽ വസിക്കുന്നതാണ് നിങ്ങളീ തീ കുണ്ടതിൽ. ഇത് നരകവാസികളോട് ഉണർത്തുന്നെങ്കിൽ സന്തോഷം അവർക്കുണ്ടാകുമെന്ന് ഹദീസിലേ.